ഹായ് മേറ്റ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് കട്ടൂമ്പ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സിഡ്നിയിൽ നിന്ന് ഏർലി മോർണിംഗ് ട്രെയിനിൽ നമ്മൾ കട്ടൂമ്പയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ബ്ലൂ മൗണ്ടൻ, അതിന്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. കട്ടൂമ്പ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെ അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടും കേട്ടോ. സീനിക് വേൾഡിൽ എന്ന് പറഞ്ഞ ബസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറിയിട്ട് സീനിക് വേൾഡിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സീനിക് വേൾഡ് വേണം നിങ്ങൾക്ക് ഓൺലൈനും ഓഫ്ലൈനും ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. ബെറ്റർ ഓൺലൈനായിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പം നമ്മൾ പുറത്ത് കാണുന്ന ആദ്യത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ത്രീ സിസ്റ്റേഴ്സും അതിനുള്ള ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ വിന്റർ ടൈമിൽ പോയതുകൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ചെന്നപ്പോൾ 4 ഡിഗ്രി ആയിരുന്നു അവിടെ ടെമ്പറേച്ചർ. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ കുറച്ച് നല്ല ക്ലോത്തും വിന്റർ ക്ലോത്തുകളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. തണുപ്പെന്ന് പറഞ്ഞാൽ അസഹനീയമായ തണുപ്പാണ് അവിടെ. നമ്മൾ ചെന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ പോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സൺലൈറ്റ് വന്നു. അവിടെ നല്ല വ്യൂ, നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഇതെന്താ കറങ്ങുന്നതല്ല, ഇതാണ് സീനിക് കേബിൾ വേന്റെ പിന്നമ്പുറ കാഴ്ചയാണ് കേട്ടോ. കേബിൾ വേ സ്റ്റാർട്ട് ചെയ്യുന്നത് സീനിക് വേൾഡിന്റെ ടോപ്പ് സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഈ കാരേജ് ഒരു ഹ്യൂജ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ഫ്രണ്ടും സൈഡും ബാക്കും എല്ലാം ഒരു നല്ല ക്ലിയർ ഗ്ലാസ് വിൻഡോസ് ആണ് കേട്ടോ. ഇതൊരു ഫുൾ പനോരമിക് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിലും മൗണ്ടൻസും റൈറ്റ് സൈഡിൽ വാലിയും മുന്നിൽ ജാമിസൺ വാലിയൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. റൈഡ് ബിഗിൻ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ജെർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒരു സ്മൂത്തായി നല്ല മൂവായി പോയിക്കോളും. പിന്നെ ഒരു ഓൺബോർഡ് ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് പറഞ്ഞു തരുന്നതാണ്. സീനിക് കേബിൾ വേസ് ലെങ്ത് അപ്രോക്സിമേറ്റ്ലി 545 മീറ്റേഴ്സ് ആണ്. വെർട്ടിക്കൽ ഡ്രോപ്പ് ഈസ് അബൌട്ട് 200+ മീറ്റേഴ്സ് ആണ്. ഇത് ഫുള്ളി എൻക്ലോസ്ഡ് ആയതുകൊണ്ട് റൈഡ് സേഫ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് സീനിക് കേബിൾ വേസിന്റെ ഉൾഭാഗം കേട്ടോ. പിന്നെ നമ്മൾ പതുക്കെ താഴേക്ക് വരുന്നതിന്റെ വീഡിയോസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ലാൻഡിംഗ് ആണ് കേട്ടോ. 1 way 3 minutes എടുക്കുന്ന ഒരു റൈഡാണുള്ളത്. ഈ റൈഡിൽ വീൽ ചെയറിൽ വരുന്ന ആൾക്കാർക്ക് ഇതിൽ കയറി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ കേബിളിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ കാണുന്നതാണ് നമുക്കൊരു പ്ലാറ്റ്ഫോമാണ്, റെയിൻ ഫോറസ്റ്റ് പ്ലാറ്റ്ഫോം. ഈ വോക്ക്വേയുടെ പേരാണ് റെയിൻ ഫോറസ്റ്റ് വോക്ക്വേ. അത് നമ്മൾ ഫോറസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നടക്കാൻ വേണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കുറെ പോയിസൺസ് ആയ ഇൻസെക്ട്സ് ഉണ്ട്. അപ്പം അത് നടന്നു പോകുന്ന ആൾക്കാരെ കടിക്കാതിരിക്കാനും കൂടിയാണ് ഇങ്ങനെ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് സീനിക് റെയിൽവേ ആണ് കേട്ടോ. വേൾഡ്സ് സ്റ്റീപ്പസ്റ്റ് പാസഞ്ചർ റെയിൽവേ ആണിത്. നിങ്ങൾ മോർണിംഗ് വരുവാണെങ്കിൽ ഇവിടെ അധികം ക്യൂ നിൽക്കാതെ നിങ്ങൾക്ക് എല്ലാ റൈഡിലും പെട്ടെന്ന് കയറാൻ പറ്റും കേട്ടോ. നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന വ്യൂസ് ആണിത്. ഇവിടെ അതിന്റെ കുറെ ഹിസ്റ്ററിയും ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് മൈനിങ് ഓപ്പറേഷൻസിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ട്രാക്ക് ആയിരുന്നു. 1945 ഈ മൈനിങ് ഓപ്പറേഷൻസ് എൻഡ് ചെയ്തപ്പം ഹാമൻഡ് ഫാമിലി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ വേണ്ടിയിട്ട് ഇവര് ടൂറിസ്റ്റേഴ്സിനെ ഈ സീനിക് വേൾഡ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുകയായിരുന്നു. 1945-46 പീരീഡിലാണ് ഫസ്റ്റ് ടൂറിസ്റ്റ് റൈഡ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. റെയിൽവേ സ്ലോലി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പണ്ടൊരു ഓൾഡ് കാർട്ട് ആണെങ്കിൽ ഇപ്പോൾ ഒരു മോഡേൺ കാരേജ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ലോകത്തിലെ സ്റ്റീപ്പസ്റ്റ് പാസഞ്ചർ റെയിൽവേ ട്രാക്ക് ആണ് കേട്ടോ. ഇതൊരു ഐക്കോണിക് അട്രാക്ഷൻ കൂടിയാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ മാസവും ഇത് കാണാനും ഇതിൽ കയറി യാത്ര ചെയ്യാനും ഇങ്ങോട്ടേക്ക് വരുന്നത്. എൻ്റെ ഇവിടെ ഒരു വുഡൻ കാർട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്ര സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 2013 ഇത് കുറച്ചുകൂടി മോഡേണൈസ്ഡ് ആക്കി നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ട്രിപ്പിൽ നമുക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഓൾറെഡി ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. മേ ബി നമ്മൾ നെക്സ്റ്റ് ട്രെയിനിലായിരിക്കും നമ്മൾ കയറുന്നത്. ഇവിടെ ആകെ ഈ ഒരു ട്രെയിനാണ്. ഈ ട്രെയിൻ വെച്ചാണ് അവർ ആൾക്കാരെ മൊത്തം മാനേജ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയി താഴെ കൊണ്ടുവിടും. അവിടുന്ന് തിരിച്ച് വേണ്ടവർക്ക് ഈ ട്രെയിനിൽ തന്നെ തിരിച്ച് കയറി വരാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കേബിൾ വേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറസ്റ്റ് കൂടെ വോക്ക് ചെയ്തോ നമുക്ക് തിരിച്ച് സീനിക് വേൾഡിന്റെ ടോപ്പിലെത്താവുന്നതാണ്. അങ്ങനെ ഈ ട്രെയിൻ നമ്മളെ കയറ്റാതെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ട്രെയിൻ താഴെ പോയിട്ട് തിരിച്ച് വീണ്ടും മേലെത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ട്രെയിനിൽ ഇനി കയറാൻ പറ്റുന്നത്. കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകേണ്ട ട്രെയിനാണ് ഈ കയറി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ട്രെയിനിൽ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മളെ കയറ്റും. അറ്റ് ലാസ്റ്റ് നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഡോറൊക്കെ അടയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ പതുക്കെ മൂവ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് സീനിക് റെയിൽവേ
ട്രിപ്പാണ് കേട്ടോ ഇത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന്. കയറി കുറച്ചും കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി പോലെ തോന്നും. അതിനുശേഷം നല്ല സ്മൂത്ത് ആയിട്ടാണ് തന്നെ ട്രെയിൻ പോകുന്നത് കേട്ടോ. രണ്ട് സൈഡിലും ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. ചെറിയൊരു കേവ് പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് താഴെ എത്തിയ പോലെ ഒരു ഫീലിംഗ് ആണുള്ളത്. കുറച്ച് ദൂരം കൂടി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി പൊളിച്ചാണ്. ട്രെയിൻ സേഫ് ആയിട്ട് താഴെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പതുക്കെ ഡോർ തുറന്ന ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് ആയിട്ട് നമുക്ക് ത്രീ സിസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ തിരിച്ചു വന്ന ശേഷം നമ്മൾ ജസ്റ്റ് ഈ ഭാഗമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെയും ഇതുപോലെ തന്നെ ഫോറസ്റ്റ് വോക്ക് വേ ആണുള്ളത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫോറസ്റ്റ് വോക്കിൽ കൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്ന ട്രെയിനിൽ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ട്രെയിനിൽ കയറി തിരിച്ച് നമ്മൾ വീണ്ടും വന്ന സ്ഥലത്തേക്കാണ് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അതിന്റെ വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വീണ്ടും സീനിക് വേൾഡിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറെ സൂനിയർ ഷോപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. കുറച്ച് കത്തിയാണ്. ഇതിലും ഭേദം നമുക്ക് താഴെ പോവുകയാണെങ്കിൽ മറ്റു ഷോപ്പുകളിൽ പൈസ കുറവ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ കയറാൻ പോകുന്നതാണ് സീനിക് സ്കൈവേ കേട്ടോ. ഇവിടെയും വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ സീനിക് കേബിൾ വേയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് കേട്ടോ. സീനിക് സ്കൈവേ ഓസ്ട്രേലിയ ഹയസ്റ്റ് കേബിൾ കാർ റൈഡാണ് കേട്ടോ. ഇറ്റ് കണക്ട് 2 ക്ലിഫ് അക്രോസ് ജാമിസൺ വാലി. ഒരു 750 മീറ്റർ ലോങ് റൈഡാണ് ഇതിനുള്ളത് കേട്ടോ. പിന്നെ ഈ കാരേജ് ഫുൾ ഗ്ലാസ് ആണ്. നമുക്ക് താഴെ നമ്മൾ ചവിട്ടുന്ന ഭാഗവും ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് താഴെ ഭാഗം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. You already got told, also known by Gen Z people as a short king. Basically that means I lack vertical height, but I'm good at talking. You'll work that out in the next 4 minutes because I probably won't stop talking. I'll point out a few of the sites, including this glass floor if you want to look down at your feet. 3, 2, 1, and it goes clear. Now obviously the Skyway is not going all the way across. Surprise if you didn't realize that. ഈ റൈഡിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ത്രീ സിസ്റ്റേഴ്സിന്റെ ഒരു ക്ലോസർ ലുക്കും അതിൽ കട്ടുംബ വാട്ടർഫോൾസും ആണ്. പിന്നെ സ്ട്രെയിറ്റ് അഹെഡ് ഒരു എൻലെസ് ബ്ലൂ മൗണ്ടൻ വാലിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. First cabin did its way across the same roads. Obviously these cables have been updated, but across the same basically the same split in the escarpment. ഈ കാണുന്നതാണ് കട്ടുംബ വാട്ടർഫോൾസ് കേട്ടോ. ഭയങ്കര വിൻഡ് ആയതുകൊണ്ട് ഞാനൊക്കെ പേടിച്ചു പോയി. നമ്മുടെ കേബിൾ കാർ ഫുള്ള് ഷേക്കിംഗ് ആയിരുന്നു. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ വാട്ടർഫോൾ തന്നെ തെറിച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഭയങ്കര വിൻഡ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ കേബിൾ കാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങ് ഡെഡ് എൻഡ് വരെ കൊണ്ടുപോയില്ല. ഒരു 3/4 ഭാഗം വരെ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നു. ഭയങ്കര വിൻഡ് ആയതുകൊണ്ട് ഒരു സേഫ്റ്റി കൺസേൺ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഇക്കോ പോയിന്റിലേക്കാണ് കേട്ടോ. ഇക്കോ പോയിന്റിന്റെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത് വിന്ററിലായതുകൊണ്ട് ഭയങ്കര കാറ്റും അതോടൊപ്പം തന്നെ ഭയങ്കര തണുപ്പുമായിരുന്നു കേട്ടോ. കാണുമ്പോൾ വെയിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതികഠിനമായ തണുപ്പായിരുന്നു. എനിക്കിത് കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് നമ്മുടെ നന്ദി ഹിൽസ് ആണ് കേട്ടോ. ബാംഗ്ലൂരിലെ നന്ദി ഹിൽസ്. ഇവിടെ ചുറ്റും യൂക്കാലിപ്സ് മരങ്ങളാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. പക്ഷെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന ഒരു പൊളി വ്യൂ ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇക്കോ പോയിന്റ് എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ മൂന്നാറിൽ നമുക്ക് ഇതേപോലെ ഒരു ഇക്കോ പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ടല്ലേ. അവിടെ നമ്മൾ പോയി എന്ത് സംസാരിച്ചാലും നമുക്ക് അത് ഇക്കോ ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്.
അതേപോലെയാണെന്ന് വിചാരിച്ചാൽ ഞാനും പോയത്. നമ്മളും കുറെ കൂവുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ നോ റെസ്പോൺസ്. ഇപ്പൊ കണ്ടില്ലേ, അതാണ് 3 സിസ്റ്റേഴ്സ്. എന്തുകൊണ്ടായിരിക്കും 3 സിസ്റ്റേഴ്സ് എന്ന് പേര് വന്നത്? എന്തുകൊണ്ട് 3 ബ്രദേഴ്സ് എന്ന് പേര് വന്നില്ല? നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ചിലപ്പോൾ സിസ്റ്റേഴ്സ് അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ ഒരുമിച്ച് നിൽക്കുമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും കണ്ടില്ല റോക്കുകൾ 3 ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഇതുവരെ അത് സെപ്പറേറ്റ് ആയിട്ടില്ല. പക്ഷെ ബ്രദേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ അടി കൂടുമോ എന്തൊരു ഇഷ്യൂസ് വരുമ്പോൾ അവരെ സെപ്പറേറ്റ് ആയി പോകുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇതിന് ഈ പേര് 3 സിസ്റ്റേഴ്സ് എന്ന് ഇട്ടിരിക്കുന്നത്. അങ്ങനെ സീനിക് വേൾഡിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും സിയ.